ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സറൗണ്ട് സ്പീക്കർ ബോക്സ് മേക്കിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ സറൗണ്ട് സ്പീക്കർ ബോക്സ് ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്കത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ വിനൈൽ ഷീറ്റ് ഒട്ടിച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഇത് വിനൈൽ ഷീറ്റ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് ഒട്ടിച്ച് നോക്കാം. സോ ഒട്ടിച്ചിട്ട് ആ വൈപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇതിനകത്ത് ഷീറ്റ് എല്ലാം ഓൾറെഡി പശയുള്ളത് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് പശ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ കോർണറുകളിൽ നമുക്ക് അല്പം പശ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ കോർണറുകളൊക്കെ അടർന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സറൗണ്ട് സ്പീക്കർ ബോക്സിൻ്റെ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സജഷൻസ് ചോദിച്ചിരുന്നു. ഒരുപാട് പേര് എനിക്കതിന് നല്ല സജഷൻസ് നൽകിയിരുന്നു. അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു സജഷൻ പ്രകാരം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട് ചാനലിൽ ഞാൻ ഓൾറെഡി വിനൈൽ ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് സ്പീക്കർ ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ എന്തായാലും ബാക്കിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിനൈൽ ഷീറ്റ് ഇപ്പോൾ ഇവിടെ ഒട്ടിക്കുന്നത്. ഓക്കെ, സറൗണ്ട് ലെഫ്റ്റിനും റൈറ്റിനും വേണ്ടിയിട്ട് 2 സ്പീക്കർ ബോക്സാണ് ഇവിടെ ചെയ്യുന്നത്. സോ രണ്ടിൻ്റെയും വിനൈൽ ഷീറ്റ് ഒട്ടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫിനിഷിങ്ങിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്പീക്കർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബോക്സിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ഭാഗം കട്ട് ചെയ്തതാണ്. ഇനി വിനൈൽ ഷീറ്റിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്കൊരു നൈഫ് ഉപയോഗിച്ച്, ഷാർപ്പായിട്ടുള്ള നൈഫ് ഉപയോഗിച്ചിട്ട് ഒരു പ്ലസ് പോലെ ഇട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 2 സ്പീക്കറിൻ്റെയും അതുപോലെ തന്നെ ട്യൂട്ടറിൻ്റെയും ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആൾമോസ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പീക്കറും ട്യൂട്ടറും ഒക്കെ ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ സ്പീക്കറും ട്യൂട്ടറും അതിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സ്ക്രൂ ചെയ്യേണ്ട ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ചെറിയൊരു ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്കാണ് സ്ക്രൂ ചെയ്ത് കയറ്റുന്നത്. MDF ക്രാക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്പീക്കർ വയറിങ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നേരിട്ട് സ്പീക്കർ വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. 4 ഇഞ്ച് സ്പീക്കറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഡാക്കിൻ്റെ സ്പീക്കറാണ്. അത് ഈ സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ്. അപ്പോൾ ഇപ്പോൾ അത് മാർക്കറ്റിൽ അല്പം ഒന്ന് ഷോർട്ടാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു സന്തോഷകരമായൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളത്തിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്ന് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് പ്രൊഡക്ഷൻ കുറച്ചതാണ്. ഇനി 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ ഇത് കിട്ടി തുടങ്ങും. അപ്പോൾ പുതിയ മോഡൽസൊക്കെ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സോ നമുക്കതുവരെയ്ക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡാക്ക് സ്പീക്കർ മാർക്കറ്റിൽ കിട്ടി തുടങ്ങിയാൽ ഞാൻ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ട്യൂട്ടറിലേക്ക് ഒരു കപ്പാസിറ്റർ നമ്മൾ ആഡ് ചെയ്യണം. നോൺ പോളാർ കപ്പാസിറ്ററാണ് സാധാരണ ആഡ് ചെയ്യാറ്. ശരിക്കും ഇതിൽ പോളിസ്റ്റർ പോലെയുള്ള ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റർ ആഡ് ചെയ്യാം. പക്ഷേ അതിന് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കപ്പാസിറ്റേഴ്സാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇതൊരു കോൺ ട്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2.2 MFൻ്റെ കപ്പാസിറ്ററാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. നോൺ പോളാർ കപ്പാസിറ്ററാണ് ആഡ് ചെയ്യേണ്ടത്, അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 4.7 മറ്റ് കപ്പാസിറ്റർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൽ പ്ലസും തമ്മിലോ അല്ലെങ്കിൽ മൈനസും തമ്മിലോ കണക്ട് ചെയ്തതിന് ശേഷം ഒരെൻഡിലേക്ക് സ്പീക്കർ വയറും മറ്റേ എൻഡിലേക്ക് ട്യൂട്ടറും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോൺ പവർ കപ്പാസിറ്ററായിട്ട് വർക്ക് ചെയ്യും. സോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ട്യൂട്ടറിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിലേക്ക് ഹൈ ഫ്രീക്വൻസി മാത്രം പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, നമ്മളിവിടെ എയർ ഹോളായിട്ട് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിന് വയർ പോകേണ്ട ചെറിയൊരു ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇതിൻ്റെ വയർ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സറൗണ്ട് സ്പീക്കർ ബോക്സിൻ്റെ വയറിംഗ് ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പീക്കർ ഫിക്സ് ചെയ്തിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ 2 സറൗണ്ട് സ്പീക്കറും നമ്മളിപ്പോൾ വയറിംഗ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സറൗണ്ട് സ്പീക്കർ മേലെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് താഴെ വെച്ചിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ സറൗണ്ട് സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്പം ആംഗിൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സെന്ററിൽ ഇരിക്കുമ്പോൾ
നമുക്ക് കറക്റ്റായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ എഫക്റ്റ് ഉണ്ടെന്നുള്ളത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ. ഫുള്ള് ലൈറ്റാണ് ഇട്ടിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പീക്കർ ബോക്സ്, സറൗണ്ട് സ്പീക്കർ ബോക്സ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഡോൾബി സിഗ്നലെല്ലാം കൊടുത്തിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കി. നല്ല പെർഫോമൻസാണ് കിട്ടുന്നത്. ഫിസിക്കലി ലുക്കും അതുപോലെ തന്നെ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ വിനൈൽ ഷീറ്റൊക്കെ ഒട്ടിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷയിലും നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ.